ഹായ്, ഞാൻ ഷാനാണ്. നമ്മളുടെ മൊബൈലിലൂടെ എങ്ങനെയാണ് നമ്മളുടെ പേഴ്സണലായിട്ടുള്ള വിവരങ്ങൾ ചോരുന്നത് എന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചത്. ഇത്തരം ഡാറ്റ ലീക്കേജും അതിൻ്റെ അപകടങ്ങളും കുറയ്ക്കാനുള്ള 7 വഴികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഹായ്, നമ്മളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ചോരുന്നു എന്നൊക്കെ പറയുന്നത് എത്ര പറഞ്ഞാലും നമുക്ക് കുറച്ച് പേടിയുണ്ടാക്കുന്നൊരു കാര്യമാണ്. ഇന്ന് ഇത്തരം ഡാറ്റ ലീക്കേജിനെ ഒരു പരിധിവരെ കുറയ്ക്കാനുള്ള 7 മാർഗങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, ഇൻസ്റ്റോൾ ഫ്രം ഒഫീഷ്യൽ സ്റ്റോർ. നമുക്ക് ഒരുപാട് ആപ്പുകൾ നമ്മളുടെ മൊബൈലിൽ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരാറുണ്ട്. ഓരോ ആവശ്യങ്ങൾക്ക് നമ്മൾ എപ്പോഴും ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യും. ഇങ്ങനെ എപ്പോഴെല്ലാം നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടി വരുന്നു അപ്പോഴെല്ലാം നമ്മൾ ഇതിനെ ഒഫീഷ്യൽ സ്റ്റോറിൽ നിന്ന് മാത്രം ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ പ്ലേ സ്റ്റോറോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറോ പോലെയുള്ള ഒഫീഷ്യൽ സ്റ്റോറിൽ നിന്ന് മാത്രം നമ്മൾക്ക് ആവശ്യം വേണ്ടുന്ന ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, യൂസ് എസെൻഷ്യൽ ആപ്സ് ഓൺലി. നമ്മൾക്ക് മൊബൈലിൽ ഒരുപാട് ആപ്സ് ഉണ്ടാവും. നമുക്ക് ഓരോ സമയത്തും ഓരോ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നും. അങ്ങനെ നമുക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായി ഒരുപാട് ആപ്പുകൾ നമ്മൾ പല സമയങ്ങളിലായിട്ട് നമ്മുടെ മൊബൈലിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരം ശീലങ്ങൾ മാറ്റി വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ആപ്സ് മാത്രം നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഏറ്റവും ആവശ്യമാണെന്ന് തോന്നുന്ന ആപ്പുകൾ മാത്രം ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ ആവശ്യമില്ലാത്ത ആപ്പുകൾ, നമ്മൾ കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്നില്ലാത്ത ഏതെങ്കിലും ആപ്പ് ഉണ്ടെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞേക്കുക. അപ്പോൾ അത്യാവശ്യമുള്ള ആപ്പുകൾ മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, സെലക്ട് റെപ്യൂട്ടഡ് ആപ്പ് ഡെവലപ്പേഴ്സ്. നമുക്ക് പല രീതിയിലുള്ള ആപ്പുകൾ ആവശ്യം വരുന്ന സമയത്ത് നമ്മളൊരു സ്റ്റോറിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സജഷൻസ് ആണ് നമുക്ക് വരുന്നത്. ആ സെയിം നമ്മളുടെ ആവശ്യത്തെ മീറ്റ് ചെയ്യുന്ന ഒരുപാട് ആപ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ആപ്പ് കണ്ടെത്തുക അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എന്നാലും നമുക്ക് റിവ്യൂസ് ഒക്കെ വായിച്ച് നോക്കിയാൽ കുറച്ച് ഒരു ആപ്പിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടും. അപ്പോൾ റിവ്യൂസ് വായിച്ച് നോക്കാം. അതുപോലെ തന്നെ എഡിറ്റേഴ്സ് ചോയ്സ് എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം നമുക്ക് സ്റ്റോറിൽ ഒരു പർട്ടിക്കുലർ ആപ്പിന് വേണ്ടി സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇത്തരം ചില മാനദണ്ഡങ്ങളൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് ആവശ്യമാവുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചൊക്കെ നമ്മൾക്ക് ഇത്തരം ഡാറ്റ ചോർച്ചയെ ലിമിറ്റ് ചെയ്യുവാൻ സാധിക്കുമെന്നുള്ളതാണ് ഒരു കാര്യം. നാലാമത്തെ പോയിന്റ്, ഡിനൈ പെർമിഷൻ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചതായിരുന്നു. നമ്മളുടെ ആപ്പുകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് നമുക്കതിലെ പെർമിഷൻസിൽ പല സാധനവും ഡിനൈ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നുള്ളത്. അത് ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയ സാധനം ഒന്നുകൂടി ചെറുതായിട്ട് നമ്മളിവിടെ ഒന്ന് പ്ലേ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഫോണിലെ സെറ്റിങ്സ് സെലക്ട് ചെയ്യുക. ആ സെറ്റിങ്സ് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴേക്ക് പോയി കഴിയുമ്പോൾ അവിടെ ആപ്സ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫോണിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തതും അല്ലാതെ ഡിഫോൾട്ടായിട്ട് വന്നേക്കുന്ന എല്ലാ ആപ്സും കാണാൻ പറ്റും. ഇതിലെല്ലാ ആപ്പൊന്നും നമ്മൾ എല്ലാ സമയത്തും ഉപയോഗിക്കുന്നതല്ല. അപ്പോൾ നമുക്ക് ഇതിലെ പല ആപ്പുകൾക്കും നമ്മൾ കൊടുത്തിരിക്കുന്ന പെർമിഷൻസ് ഡിനൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഉപയോഗിക്കുന്ന സമയത്ത് മാത്രമായിട്ട് നമുക്ക് പെർമിഷൻ കൊടുക്കാവുന്നതാണ്. അതിനായിട്ട് നമുക്ക് ഇതിലെ ഏതെങ്കിലും ഒരു ആപ്പ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിയുമ്പോൾ അവിടെ പെർമിഷൻസ് എന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ താഴേക്ക് അലൗഡ് ആൻഡ് ഡിനൈഡ് എന്ന് പറയുന്ന 2 ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഒരെണ്ണം സെലക്ട് ചെയ്തതിന് ശേഷം അത് നമുക്ക് ഡിനൈ കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. ഇങ്ങനെ നമ്മൾ ഓരോ ആപ്പിൻ്റെയും അലൗ ചെയ്തേക്കുന്ന ഓരോന്നും എടുത്ത് ഇതേപോലെ ഡിനൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. കാരണം നമുക്ക് എല്ലാ ആപ്പും നമ്മൾ എല്ലാ സമയത്തും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ കൂടുതൽ സമയത്ത് നമ്മുടെ മൊബൈലിലെ ഒരു 90% ആപ്പും ഉപയോഗമില്ലാതെ അവരെ കിടക്കാറാണ് പതിവ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ആപ്പിലെയും തന്നെ ഇങ്ങനെ എടുത്തതിന് ശേഷം പെർമിഷൻസ് നമുക്ക് ഓഫ് ചെയ്തിടാൻ പറ്റും. അത് പിന്നീട് നമ്മൾ ആപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് ആവശ്യം വരുവാണെങ്കിൽ ആപ്പ് ചോദിക്കും ഇത് പെർമിഷൻ വേണമെന്ന്. അപ്പോൾ നമ്മൾ അതെടുത്ത് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് നമ്മളുടെ ഡാറ്റയുടെ ലീക്കേജ് കുറയ്ക്കാൻ സാധിക്കും. അഞ്ചാമത്തെ പോയിന്റ്, അവോയ്ഡ് ലിങ്ക്സ്. നമ്മൾ സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് ലിങ്കുകൾ നമ്മളുടെ മുന്നിലേക്ക് വരും. നമ്മളെ സൈക്കോളജിക്കലി നമ്മളെ അതിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പല വാചകങ്ങളും എഴുതിയ ലിങ്കുകൾ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ സുന്ദരനാക്കാനുള്ളതും അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ഒരു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ എങ്ങനെ ഇരിക്കുമെന്ന് കാണാൻ വേണ്ടിയിട്ടുള്ളതോ, അതല്ല എന്നുണ്ടെങ്കിൽ ഏതൊരു സിനിമാ നടനോടാണ് നിങ്ങൾക്ക് സാമ്യമുള്ളത്, അല്ലെങ്കിൽ ഏതൊരു സിനിമാ നടിയോടാണ് നിങ്ങൾക്ക് സാമ്യമുള്ളത്, നിങ്ങളുടെ 10 വർഷത്തിന് ശേഷമുള്ള നിങ്ങളുടെ രൂപം എന്തായിരിക്കും, ഇങ്ങനെയൊക്കെയുള്ള പല സൈക്കോളജിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് നമ്മൾക്ക് സോഷ്യൽ മീഡിയയിൽ പല ലിങ്കുകളും കാണും.
അപ്പോൾ നമ്മളുടെ ആ ആഗ്രഹത്തിന് പുറത്ത് നമ്മളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയാതെ നമ്മളുടെ പെർമിഷൻ കൊടുക്കുകയാണ് നമ്മളുടെ ഡേറ്റ അവർക്ക് എടുക്കുന്നതിന് വേണ്ടിയുള്ള. അപ്പോൾ അവരുടെ പ്രധാന ലക്ഷ്യവും നമ്മളുടെ ഡേറ്റ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ തൽക്കാലം നമുക്ക് അത്തരമുള്ള ആഗ്രഹങ്ങളെയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അങ്ങനെ നമ്മൾ വീഴിക്കാനുള്ള ചില സെൻറ്റൻസ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ അതിലേക്ക് പോകാതിരിക്കുക, ആ ലിങ്ക് ഓപ്പൺ ആക്കാതിരിക്കുക. അതാണ് നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം. 6ാമത്തെ പോയിന്റ് നെഗ്ലക്റ്റ് ഫേക്ക് ഓഫേഴ്സ് എന്നാണ്. ഓഫർ എന്ന് കേട്ടാൽ നമ്മളവിടെ വീഴും. ഓഫർ ഇല്ലാണ്ട് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ എവിടെയെങ്കിലും ഒരു 5 രൂപ കിട്ടാനുള്ള മാർഗമുണ്ടെന്ന് കണ്ടാൽ നമ്മളത് ചെയ്യാൻ നോക്കും. നമ്മളുടെ മുന്നിലേക്ക് ഒരു ഷെയർ ചെയ്ത് വന്നാൽ, ഒരു ആപ്പ് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 രൂപ കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മളത് ഷെയർ ചെയ്യും. ഇത് ഇൻസ്റ്റാൾ ചെയ്താൽ 5 രൂപ കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. 10 പേർക്ക് ഷെയർ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഷെയർ ചെയ്യും. അപ്പോൾ നമ്മൾ ഇത്തരം ആപ്പുകളോ അല്ലെങ്കിൽ ഇത്തരം പല ലിങ്കുകളെയും നമ്മൾ ഷെയർ ചെയ്യുകയും ഇൻസ്റ്റാൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് വഴി നമ്മളുടെ ഡേറ്റ അവർക്ക് ഷെയർ ചെയ്യുകയാണ്, അതിനുള്ള പെർമിഷൻ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലൊരു 5 രൂപയോ 10 രൂപയോ ഇനി അതല്ല 50 100 രൂപയോ കിട്ടുമെന്ന് പറഞ്ഞാൽ പോലും ഇത്തരം അനാവശ്യമായ ആപ്പുകൾ നിങ്ങളുടെ മൊബൈലിലേക്ക് നിങ്ങൾ ഓഫറിനെ കേട്ടിട്ട് അല്ലെങ്കിൽ പൈസ കിട്ടുമെന്ന് ഓർത്തിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക. കാരണം നിങ്ങൾക്ക് 5 രൂപ കിട്ടുന്ന സ്ഥാനത്ത് അല്ലെങ്കിൽ 50 രൂപ കിട്ടുന്ന സ്ഥാനത്ത് നിങ്ങൾ ഷെയർ ചെയ്യുന്ന ഡേറ്റയുടെ വില നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്താണ്. അതുകൊണ്ട് അത്തരം ഓഫറുകളുടെ പുറകെ ചെന്ന് വീഴാതിരിക്കുക. 7ാമത്തെ പോയിന്റ്, ബി അവെയർ. നമ്മൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ, നമ്മൾ ചാറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ, നമ്മൾ ഫോണിൽ ഓരോന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. നമ്മളുടെ ഡേറ്റയും നമ്മളുടെ ഇത്തരം ചാറ്റിംഗ് ഹിസ്റ്ററിയും നമ്മളുടെ ഇൻ്റർനെറ്റിലെ സെർച്ചിങ് ഹിസ്റ്ററിയും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യപ്പെടാനുള്ള സാധ്യതയുള്ളതാണ്. നമ്മളുടെ ഡേറ്റ ലീക്ക് ചെയ്യാൻ സാധ്യതയുള്ളതാണെന്നുള്ള ഒരു ബോധം നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ഒരു പക്വത നമ്മൾ ആ കാര്യത്തിൽ കാണിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കുക. നമ്മൾ മൊബൈലിൽ എന്ത് ചെയ്യുമ്പോഴും ഇത് 100% സേഫ് ഒന്നുമല്ല, നമ്മളുടെ ഡേറ്റ ചോരാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള ഒരു ധാരണ ഉള്ളിൽ വെച്ചുകൊണ്ട് മാത്രം നമ്മൾ മൊബൈലിലെ എല്ലാ ആക്ടിവിറ്റീസിനെയും കാണാൻ ശ്രമിക്കുക. നമ്മൾ ഈ പറഞ്ഞതോ ഇതിൻ്റെ അപ്പുറമോ ഉള്ള എന്ത് കാര്യം പറഞ്ഞാലും നമുക്ക് നമ്മളുടെ ഫോൺ ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ ഭയപ്പെടാനുള്ള കാര്യമല്ല, നമ്മളിതൊക്കെ ഭയപ്പെടേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് ഉണ്ടെങ്കിലും നമ്മളിതൊന്നും ഉപയോഗിക്കേണ്ട എന്നുള്ളതല്ല. പക്ഷെ നമ്മൾ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് അവബോധത്തോടു കൂടിയും പക്വതയോടു കൂടിയും കുറച്ച് കരുതലോട് കൂടിയും നമ്മളുടെ മൊബൈലിനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഫോൺ ഇങ്ങനെ ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. എന്തായാലും നമ്മൾ ഈ മൊബൈലൊക്കെ ഉപയോഗിച്ച് നമുക്കാർക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ള വിശ്വാസത്തിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ട് നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. ഒപ്പം ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇത്തരം കൂടുതൽ വീഡിയോകൾക്കായി താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് ഈ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു.